നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒടുവിൽ കടകംപള്ളി സുരേന്ദ്രൻ SITയുടെ മുന്നിലെത്തി. SIT എന്താണ് ചോദിച്ചതെന്നോ കടകംപള്ളി എന്താണ് പറഞ്ഞതെന്നോ ഒന്നും അറിയില്ല. ചോദ്യോത്തരങ്ങളുടെ അറ്റവും വാലും മുറിയും മുന്താണിയുമൊക്കെ തെറിച്ച് വീണിട്ടുള്ളതല്ലാതെ ആർക്കും ഒന്നും അറിഞ്ഞില്ല. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും കാവ്യചേരും. ഗോപികല, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്യൽ നടന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. എവിടെ വെച്ചാണ് ചോദ്യം ചെയ്തതെന്ന് ആർക്കും അറിയില്ല. SIT ഓഫീസിൽ വെച്ചാണോ അതോ കടകംപള്ളിയുടെ വീട്ടിൽ വെച്ചാണോ ഒന്നും അറിയില്ല. മറ്റുള്ളവരെല്ലാം SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതും മൊഴിയെടുത്തതും അറസ്റ്റ് ചെയ്തതും ഒക്കെ ലോകം അറിഞ്ഞിരുന്നു. എന്നാൽ കടകംപള്ളിയുടെ കാര്യം മാത്രം രഹസ്യമായിരുന്നു. കടകംപള്ളിക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ SITക്കും ഉത്തരം കണ്ടെന്ന് വരില്ല. ഇവിടെയൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ സാധാരണക്കാർ വിശ്വസിച്ചു പോകുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ കാലത്ത് SITയുടെ അന്വേഷണം മരവിച്ചെന്ന് എതിരാളികൾ ആരോപിച്ചിരുന്നു. അതൊട്ടാകെ ശരിയാണെന്നാണ് തോന്നുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോയതായി തോന്നുന്നില്ല. ഒരുമാതിരി ഐസിലിട്ട അവസ്ഥ പലരും ദർശിക്കുന്നു. സംസ്ഥാന പോലീസിലുള്ള 2 IPSകാരാണ് SITയിൽ സമ്മർദ്ദം ചെലുത്തി അന്വേഷണം മരവിപ്പിച്ചതെന്ന് VD സതീശൻ ആരോപിച്ചിട്ടുണ്ട്. അംഗപരിമിതി അന്വേഷണത്തെ ബാധിക്കുന്നു എന്നും 2 സർക്കിൾ ഇൻസ്പെക്ടർമാരെ കൂടി ആവശ്യമുണ്ടെന്നും SIT ആവശ്യപ്പെട്ട ഉടൻ തന്നെ കോടതി അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പുതുതായി ചേർക്കപ്പെട്ട ഉദ്യോഗസ്ഥർ CPMനോട് ബന്ധമുള്ളവരാണെന്നും അന്വേഷണ വിവരങ്ങൾ പാർട്ടിക്കു കൈമാറുന്നതിന് വേണ്ടിയാണ് അവരെ തന്നെ നിയമിച്ചതെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. എന്നാൽ ഇക്കാര്യങ്ങളെപ്പറ്റി സാധാരണ ജനങ്ങൾക്ക് ഒരെത്തും പിടിയുമില്ല. സമാന്തരമായി D മണിയെയും സഹചാരികളെയും SIT ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും NRI വ്യവസായിയുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലാണിത്. എന്നാൽ അവരിൽ നിന്നും കാര്യമായ ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നാണ് അറിവ്. പൊതുവെ ഒരു പന്തികേട് എവിടെയൊക്കെയോ മണക്കുന്നു. SIT ഒരുമാതിരി നട്ടം തിരിയുന്ന അവസ്ഥയിലാണ്. കട്ടിളപ്പടികളും ദ്വാരപാലക ശില്പവും ഒക്കെ സ്വർണം പൂശിയതായിരുന്നു എന്നാണ് പല പ്രതികളും മൊഴി നൽകിയിട്ടുള്ളത്. 1998 വിജയമല്യ ശബരിമലയിൽ സ്വർണം സമർപ്പിച്ചത് ക്ലാഡിംഗ് നടത്തിയാണെന്നാണ് രേഖകളിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഏറെ സ്വർണമുണ്ടാകും. അത് ഉരുക്കിയെടുത്തോ? അതോ അതപ്പാടെ പുരാവസ്തു കള്ളക്കടത്തുകാർക്ക് കൈമാറിയോ? മുറിച്ചു വിറ്റോ? ആ സ്വർണം ഉരുക്കിയെടുത്തിട്ട് നാമമാത്രമായ സ്വർണം പൂശി റീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ ഇപ്പോൾ ഉള്ളവയെന്നും കണ്ടെത്താൻ SITക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് ഫോറൻസിക് പരിശോധനാ ഫലം ഇപ്പോഴും വന്നിട്ടില്ല. അത് തിരിച്ചറിഞ്ഞാലേ അന്വേഷണം ശരിയായ ദിശയിലേക്ക് നീങ്ങും. അവിടെയും തീരുന്നില്ല പ്രശ്നങ്ങൾ. തൊണ്ടി കടൽ കടന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ SITക്ക് കഴിയണമെന്നില്ല. തൊണ്ടി ഇന്ത്യയിലുണ്ടെങ്കിൽ തന്നെ അത് എവിടെയാണെന്ന് കണ്ടെത്തണം. ഉരുക്കി വേർതിരിച്ചെടുക്കുന്ന സ്വർണമാണ് തൊണ്ടിയെങ്കിൽ അത് ഇത്രയും വർഷം സൂക്ഷിച്ചു വെക്കണമെന്നില്ല. അതിന് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടാകും. അതേ അളവിൽ സ്വർണം കണ്ടെത്താമെന്നല്ലാതെ അതുതന്നെ കണ്ടെത്താനുള്ള സാധ്യത തീരെ വിരളമാണ്. എന്താണെങ്കിലും തൊണ്ടി കണ്ടെത്തിയില്ലെങ്കിൽ കേസ് എങ്ങും എത്തില്ല എന്നാണ് നിയമജ്ഞരുടെ അഭിപ്രായം. തൊണ്ടിയും കൃത്യമായ തെളിവുകളും സാക്ഷികളും കോടതിയുടെ മുന്നിലെത്തിയില്ലെങ്കിൽ അപ്പൂപ്പൻ താടി പോലെ കേസ് പറന്നു പോകുമെന്നാണ് പഴയകാല സംഭവങ്ങളും തെളിയിക്കുന്നത്. അവിടെയും തീരുന്നില്ല പ്രശ്നങ്ങൾ. ആദ്യ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിട്ട് 60 ദിവസത്തോടടുക്കുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചില്ലെങ്കിൽ പ്രതിക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഒരാൾക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ മാലപ്പടക്കം പൊട്ടും പോലെ എല്ലാവർക്കും ജാമ്യം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരൊഴിച്ച് മറ്റാരിലും കൃത്യമായ കുറ്റം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കൃത്യവിലോപം, ജാഗ്രതക്കുറവ് എന്നിവയ്ക്കൊക്കെ അപ്പുറമായി ഗൂഢാലോചന, ദേവന്റെ മുതൽ വിറ്റ് സാമ്പത്തിക നേട്ടമുണ്ടാക്കൽ, വിശ്വാസഭഞ്ജനം തുടങ്ങിയ കുറ്റങ്ങളൊന്നും മുൻപ് പറഞ്ഞ പ്രതികളിൽ ഒഴിച്ച് മറ്റാരിലും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ വന്നാൽ ഇതിൽ പല പ്രതികളുടെയും മേൽ നിസ്സാര കുറ്റങ്ങൾ സ്ഥാപിക്കാൻ മാത്രമേ കഴിയൂ എന്നാണ് റിട്ടയർ ആയ ചില സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഈ വൻ കൊള്ള നടത്തിയ ഒരു പ്രതിയുടെയും ആസ്തികളൊന്നും തന്നെ മരവിപ്പിച്ചിട്ടില്ല. അങ്ങനെ മരവിപ്പിച്ചെങ്കിൽ മാത്രമേ പ്രതികളെ സമ്മർദ്ദപ്പെടുത്തി അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനിടയാകൂ. ഇതാണ് മറ്റൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുള്ളത്. 90 ദിവസത്തിന് മുൻപ് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയാൽ അതൊരു ആന മണ്ടത്തരമായിരിക്കുമെന്നാണ് നിയമജ്ഞന്മാർ പറയുന്നത്. എല്ലാ പ്രതികളും സാമ്പത്തിക ഭീമന്മാരാണ്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കേസിന്റെ മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്താൻ ഇവർ പല രീതികളിൽ ശ്രമിക്കും. കേസ് തടസ്സപ്പെടുത്താൻ അതിജീവിത കേസിലെ 8ാം പ്രതി 68 ഹർജികൾ നൽകിയെന്നാണ് അതിജീവിതയുടെ അഡ്വക്കേറ്റ് പറഞ്ഞത്. അതാണ് വിധി വരാൻ ഇത്രയും താമസിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ കേസിലും പുറത്തിറങ്ങുന്ന പ്രതികളെല്ലാം നിയമ പോരാട്ടങ്ങൾ നടത്തിയാൽ
വിധി വരാൻ കാലങ്ങൾ കഴിയുമെന്ന് അഭിപ്രായപ്പെടുന്നു. ലാവ്ലിൻ കേസിന്റെ നീണ്ടുപോക്കലൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. അപ്പോഴേക്കും ഇതിൽ ചിലരെങ്കിലും ജീവിതം തീർന്ന് കേസിൽ നിന്ന് രക്ഷപ്പെടാനിടയുണ്ട് എന്നാണ് വിദഗ്ധ മതം. ഇതൊക്കെ കേവലം ആശങ്കകളാണ്. അന്വേഷിക്കുന്നത് വിദഗ്ധരായ ഉദ്യോഗസ്ഥരാണ്. നിരീക്ഷണം കോടതിയുടേതുമാണ്. അതുകൊണ്ട് ആശങ്കകൾ അസ്ഥാനത്താക്കി പെട്ടെന്ന് തീരുമെന്നും പെട്ടെന്ന് വിധി വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. മറിച്ച് ആശങ്കകൾ സത്യമായി വന്നാൽ വിശ്വാസികൾക്ക് നീതി കിട്ടില്ലെന്ന് മാത്രമല്ല, ഇനിയും ഇങ്ങനെ ചെയ്യാൻ ദേവസ്വം അധികൃതർക്ക് ഭയം ഉണ്ടാകുകയില്ലെന്നുള്ള ഭീകര സത്യം നമ്മെ ആശങ്കപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. സ്വാമിയേ ശരണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.